ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ വൈജയന്തിയും കമലയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏട്ടത്തിയോട് പല പ്രാവശ്യം പറഞ്ഞതാണ്, മനുവും അലീനയും തമ്മിൽ പ്രേമത്തിലാണോ എന്ന് സംശയമുണ്ടെന്ന്. അവരെ നോക്കിയില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ വൈജയന്തി പറയുന്നു. അവനല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്, അതിൻ്റെ ഒരു താല്പര്യം, അതിനപ്പുറത്തേക്കൊന്നും കാണില്ല എന്നൊക്കെ കമല പറയുന്നു. ഇത് കേട്ട് വൈജയന്തി വീണ്ടും പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ, സ്ലാവം ചാരി ഇരുന്നവൾ ചെറുക്കനെ കൊണ്ടങ്ങ് പോകും എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാനാണെന്ന്. പ്രേമമാ, പ്രേമത്തിന് കണ്ണും കാതുമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അവർ വേണേ ഹിമാലയം വരെ കയറും, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ വൈജി പറയുന്നു. ഇങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി വൈജയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അമ്മയാ എന്നൊക്കെ ഒരു പുച്ഛത്തോടെ പറഞ്ഞ് വൈജയന്തി ഇപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എവിടെയാടിയെന്ന്. അപ്പോൾ വൈജി പറയുന്നുണ്ട്, ഞാൻ എവിടെയായാലും അമ്മയ്ക്കെന്താ, എന്നെ അവിടെ ആർക്കും ആവശ്യമില്ലല്ലോ. ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഓ അങ്ങനെ നീ അങ്ങ് തീരുമാനിച്ചോ, നിൻ്റെ 3 മക്കൾ കൂടി ഇവിടെ ഉണ്ട്, അവരെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എൻ്റെ മക്കളെല്ലാവരും സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തിയുള്ളവരാണ്, ഞാൻ അവരുടെ കൂടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം താല്പര്യമുള്ളവർക്ക് കൂടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്. ഇങ്ങനെ വൈജി പറയുന്നത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ നീ അങ്ങനെയെല്ലാം അങ്ങ് വെച്ചൊഴിയാൻ തീരുമാനിച്ചു. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, ആ അങ്ങനെ ആഗ്രഹിക്കുന്ന പലരും അവിടെ കാണും, പക്ഷേ അങ്ങനെ ചെയ്യാൻ വൈജയന്തിക്ക് മനസ്സില്ല. അങ്ങനെ വൈജയന്തി തോറ്റു കൊടുക്കില്ല. ആ അമ്മയുടെ കൂറ് എങ്ങോട്ടാണെന്നൊക്കെ എനിക്കറിയാം, അതും എൻ്റെ ചോറ് തിന്നിട്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യടി നിൻ്റെ ചോറോ, ഞാൻ കഴിക്കുന്നത് ബാലചന്ദ്രൻ്റെ ചോറാണ്, നീ കിട്ടുന്നതെല്ലാം അങ്ങ് സമ്പാദിക്കുമല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വൈജി പറയുന്നുണ്ട്, ഞാൻ സമ്പാദിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ. ഇത് കേട്ട ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, ആ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടുന്ന് ചത്തങ്ങ് ചെല്ലുമ്പോഴേ എൻ്റെ സൗകര്യങ്ങളൊക്കെ എനിക്ക് ഒരുക്കണമല്ലോ, അതിനു വേണ്ടിയാണല്ലോ. നീ അതിനു വേണ്ടി തന്നെയാണല്ലോ സമ്പാദിക്കുന്നത്. നീ അങ്ങ് കൊല്ലപ്പള്ളിയിലാണെങ്കിലേ ആ കമല ആട്ടുന്നതിന് മുമ്പ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിക്കോ, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ വയ്ക്കുന്നു. ഇതൊക്കെ കേട്ട് ആകപ്പാട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് വൈജയന്തി. ഇതൊക്കെ കണ്ട് മുതലെടുത്ത് കമല എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ കൂടെ നിൻ്റെ മക്കളെ നിർത്തണം, അവർ ബാലചന്ദ്രനെതിരെ നിന്ന് സംസാരിക്കണം, എങ്കിലേ ശരിയാകൂ. അങ്ങനെ അവരെ കൂടെ നിർത്തിയാൽ കുറേ കാര്യങ്ങളൊക്കെ ശരിയാക്കിയെടുക്കാം എന്നൊക്കെ കമല പറയുമ്പോൾ വൈജി പറയുന്നുണ്ട്, അതൊന്നുമല്ല, എൻ്റെ ആങ്ങളമാരെ എല്ലാവരെയും വിളിക്കണം, അതുപോലെ രാവണിയമ്മാവൻ്റെ മക്കളെയും വിളിക്കണം, അങ്ങനെ 4-5 ആൾക്കാർ ഒന്നിച്ച് വന്ന് നിന്ന് ബാലചന്ദ്രൻ്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കണം, എങ്കിലേ ബാലചന്ദ്രൻ ഒന്ന് പേടിക്കൂ എന്നൊക്കെ വൈജി പറയുന്നുണ്ട്. ഇത് കേട്ട് കമല ചോദിക്കുന്നുണ്ട്, ആ നിങ്ങളുടെ ഈ സൗന്ദര്യപ്പണക്കം മാറ്റാൻ എബ്രോഡ് കിടക്കുന്ന അവർ എന്താ ഫ്ലൈറ്റും പിടിച്ചിങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ. ഇത് കേട്ട് വൈജി പറയുന്നുണ്ട്, ആ പണ്ടെൻ്റെ ആങ്ങളമാരൊക്കെ അങ്ങനെ ആയിരുന്നു, എനിക്കൊരു ലവ് ലെറ്റർ വന്നതിൻ്റെ പേരിലാണ് ബാലചന്ദ്രനെ അവരെല്ലാം ഇവിടെ വിളിച്ചു വരുത്തി കാരണത്തിനിട്ട് അടി വരെ കൊടുത്തത്, അവരുടെ ആ ശൗര്യമൊക്കെ എവിടെ പോയോ എന്തോ. ഇങ്ങനെയൊക്കെ വൈജി പറയുമ്പോൾ കമല പറയുന്നുണ്ട്, എൻ്റെ ആങ്ങളമാർ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ നേരെ ശിവേട്ടനെന്ന് കണ്ണുരുട്ടിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങി പാഞ്ഞെത്തും, ശിവേട്ടനെ വരച്ച വരയിൽ നിർത്തും എന്നൊക്കെ കമല പറയുന്നു. നീ എന്തായാലും കുട്ടികളെ കൂടെ നിർത്തണം എന്നൊക്കെ കമല പറയുമ്പോൾ വൈജി പറയുന്നുണ്ട്, കൃഷ്ണമോൾ എന്തായാലും ബാലേന്ദ്രൻ്റെ കൂടെ നിൽക്കൂ. ഉടനെ കമല പറയുന്നുണ്ട്, അത് നീ നിൻ്റെ കൂടെ നിർത്തണം, കരഞ്ഞിട്ടോ എന്തെങ്കിലും സങ്കടം പറഞ്ഞിട്ടോ അങ്ങനെ എന്ത് പറഞ്ഞിട്ടായാലും നീ നിൻ്റെ കൂടെ നിർത്തണം. ഇത് കേട്ട് വൈജി പറയുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ കൂടെ നിൽക്കുമായിരിക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും, പ്രശ്നങ്ങളൊക്കെ തീരാൻ അമ്മയുടെ കൂടെ നിൽക്കാം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വൈജി പറയുമ്പോൾ കമല പറയുന്നുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് മുത്തശ്ശിയും അലീനയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇതിങ്ങനെയൊന്നും പോയാൽ ശരിയാകില്ല, ഇവർ തമ്മിലുള്ള പിണക്കം എങ്ങനെയെങ്കിലും തീർക്കണം. അപ്പോൾ മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇവർ തമ്മിലുള്ള പിണക്കം മാറ്റാൻ എന്ത് മാർഗ്ഗമാണ് ഉള്ളതെന്ന്. ഉടനെ അലീന പറയുന്നുണ്ട്, അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ആയുധങ്ങളെല്ലാം താഴെ വെച്ച് കീഴടങ്ങി മാഡം മാപ്പ് ചോദിക്കണം, അതേ നടക്കൂ. ഉടനെ തന്നെ ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊന്നും ബാലേന്ദ്രൻ്റെ മുന്നിൽ കീഴടങ്ങില്ലെന്ന്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കുടുംബമാണ് നശിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആ കുട്ടികൾക്കെല്ലാം നല്ല കെയർ കിട്ടേണ്ട സമയമാണ്. ഇനി ഇവരിങ്ങനെ നടന്നിട്ട് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കില്ലേ, നിങ്ങൾ ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്ന്. ആ സമയത്ത് ഇവരെന്ത് മറുപടി കൊടുക്കും.
അത് തന്നെയല്ല, കൃഷ്ണമോളെയും ബബിതയൊക്കെ നന്നായി കെയർ ചെയ്യേണ്ട സമയമാണിത്. ബബിത ഈ പോക്കാ പോകുന്നതെങ്കിൽ ഏതെങ്കിലും കുരുക്കിൽ പോയി ചാടും. രോഹിത്തും അങ്ങനെ തന്നെയാണ്. ആ ഹരിശങ്കറുമായിട്ടുള്ള ബന്ധം ഒന്നും നിർത്തിയിട്ടില്ല എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആരാ കാണേണ്ടത്? ഞാനാണോ? ഞാനല്ല ഇതൊന്നും അറിയേണ്ടത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതൊക്കെ അറിയുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് മാഡമാണ്. അതിനുശേഷം സാർ അറിയണം. ഞാൻ വെറും കാഴ്ചക്കാരി. കാഴ്ചക്കാരി മാത്രമാ മുത്തശ്ശി, അല്ലാതെ എനിക്കിവിടെ വലിയ റോളൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഇതൊക്കെ വൈജിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുണ്ട്? അവളാണ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവളല്ലേ ഇതെല്ലാം ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. അവൾ പോയിരിക്കുന്ന കൊല്ലപ്പള്ളിയിലേക്കല്ലേ. അവൾ ഒരുപാട് സമയമൊന്നും അവിടെ നിൽക്കില്ല. കാരണം കമലയ്ക്ക് വൈജിയെ ഇഷ്ടമല്ല, വൈജിക്ക് കമലയും ഇഷ്ടമല്ല. അത് രണ്ടു പേർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും അവിടെ നിൽക്കില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് വൈജിയും കമലയും കൂടെ സംസാരിക്കുന്നതാണ്. അവർ ഫോണിൽ വിളിച്ച് ഹോം നേഴ്സുമാരെ കൊടുക്കുന്ന ഏജൻസിയിലേക്ക് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കമല പറയുന്നുണ്ട്, ഹോം നേഴ്സൊക്കെ ഉണ്ട്, വന്ന് അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ കൊടുത്താൽ കൊണ്ടുപോകാം എന്നൊക്കെ അവർ പറയുന്നുണ്ടെന്നൊക്കെ കമല ഇപ്പോൾ വൈജിയോട് പറയുന്നുണ്ട്. ഈ ഹോം നേഴ്സുമായി നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് കമല ചോദിക്കുന്നു. എനിക്ക് ബാലചന്ദ്രൻ്റെ ഇഷ്ടം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹോം നേഴ്സിനെ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മയെ നോക്കാനാണ് എന്ന് വൈജി പറയുന്നു. ഉടനെ കമല ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ ആരാ നോക്കുന്നേ എന്ന്. ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് വൈജി പറയുമ്പോൾ കമല വീണ്ടും ചോദിക്കുന്നുണ്ട്, അതിന് ബാലചന്ദ്രന് നിന്നെ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ പിന്നെ നീ എന്തു ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ വൈജി പറയുന്നു, ഇഷ്ടമോ ഇഷ്ടക്കേടും ഒന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ ഞങ്ങൾ 4 പേരിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രന് പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കും എന്നൊക്കെ വൈജി പറയുന്നുണ്ട്. അങ്ങനെ സമയം രാവിലെ ആയിരിക്കുകയാണ്. അപ്പോൾ ഏജൻസിയിൽ ചെന്ന് ഹോം നേഴ്സിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പോകാനായി കാറിൻ്റെ താക്കോലൊക്കെ നോക്കുന്നുണ്ട് വൈജ, പക്ഷെ കാണുന്നില്ല. അങ്ങനെ കാറിൻ്റെ താക്കോൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഹരിയുടെ അനിയത്തിയും വന്ന് അവരെല്ലാവരും കൂടെ ഇപ്പം അവിടെ താക്കോലൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താക്കോൽ എവിടെ പോയി? ഞാനിവിടെ ബൗളിൽ ഇട്ട് വെച്ചിരുന്നായിരുന്നല്ലോ എന്നൊക്കെ വൈജി പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹരി അവിടേക്ക് ആ താക്കോലും കൊണ്ട് കയറി വരുന്നത് അവർ കാണുന്നത്. നീ ഇവിടുത്തെ താക്കോല് കണ്ടോ എന്ന് ഹരിയോട് ചോദിക്കുമ്പോൾ ആ താക്കോലെടുത്ത് ഇങ്ങനെ ഹരി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ താക്കോലും എടുത്തുകൊണ്ട് നീ എങ്ങോട്ടാണ് പോയത് എന്ന് ഹരിയോട് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, ആൻറ്റി ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് എന്തോ അൺനെസസറി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയതാ എന്ന് ഹരി പറയുന്നു. എന്നിട്ട് നീ ഇത് എവിടെ വരെ കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല ഞാൻ ടൗൺ വരെ പോയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് നീ എന്തോ ഒരു ഉടായ്പ കാണിച്ചിട്ടുണ്ട്, എന്താടാ എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. ഒന്നുമില്ല എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. അപ്പോൾ ഹരിയുടെ അനിയത്തി പറയുന്നുണ്ട്, ഗേൾ ഫ്രണ്ടിനെ കോളേജിൽ കൊണ്ട് വിടാൻ പോയതായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഹരിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് കമലയോട് വൈജയന്തി പറയുന്നുണ്ട്, ഇവൻ്റെ പോക്കൊന്നും അത്ര ശരിയല്ല, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉടനെ കമല പറയുന്നുണ്ട്, ഇവനെ മാത്രം തെറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, രോഹിത്താണ് ഇവനെ ചീത്തയാക്കുന്നത് എന്നൊക്കെ കമല പറയുന്നു. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രോഹിത്ത് ഇങ്ങോട്ട് വന്ന് ഇവനെ ചീത്തയാക്കുന്നില്ലല്ലോ, ഇവൻ അങ്ങോട്ട് വന്നല്ലേ ഇതെല്ലാം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഉടനെ കമല പറയുന്നുണ്ട്, രണ്ടുപേരും കണക്കാണ്, ഇതിൻ്റെ പേരിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഹരിയുടെ കയ്യിൽ നിന്നും വൈജയന്തി താക്കോല് പിടിച്ച് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട്, ഈ താക്കോലെടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ചോദിക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്, അതെന്താ നീ ചെയ്യാതിരുന്നത്? ഇത് കേട്ടിട്ടുടനെ ഹരി പറയുന്നു, ചോദിച്ചാൽ ആൻറ്റി തരില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കാഞ്ഞത്. ഉടനെ വൈജി പറയുന്നുണ്ട്, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജി പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് കമലയ്ക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട്. ഉടനെ ഹരി കമലയ്ക്ക് മുഖം കൊടുക്കാതെ പെട്ടെന്ന് മുകളിലത്തെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ വൈജ പോയി ഹോം നേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോം നേഴ്സ് വീട് കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇത് നല്ല വലിയ വീടാണല്ലോ എന്നൊക്കെ. ഉടനെ വൈജ പറയുന്നുണ്ട്, അകത്തോട്ട് കയറിയാലേ ശരിക്കുമുള്ള വലിപ്പം അറിയാൻ പറ്റുള്ളൂ. ഇവരകത്തേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് ബബിത വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇതാരാണെന്ന്. ഇതാണ് നമ്മുടെ പുതിയ ഹോം നേഴ്സ് എന്ന് വൈജി പറയുന്നു. അപ്പോൾ അലീനയോ എന്ന് ബബിത ചോദിക്കുന്നു. അലീനെ ഇന്ന് തന്നെ പറഞ്ഞു വിടുകയാണ് എന്നൊക്കെ വൈജി പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അതിന് അച്ഛൻ സമ്മതിക്കുമോ എന്ന്. അതിന് അച്ഛൻ്റെ സമ്മതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വൈജി മറുപടി പറയുന്നു.
അങ്ങനെ വൈജി അകത്തേക്ക് കയറി ഹോം നേഴ്സിന് ഡൈനിങ് ഏരിയയും കിച്ചണും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോം നേഴ്സ് ചോദിക്കുന്നുണ്ട് ടി വി കാണുന്ന സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ അത് വൈജി കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വൈകിട്ട് 7 തൊട്ട് 10 വരെയും ഉച്ചയ്ക്ക് 2 തൊട്ട് 5 വരെയും എനിക്ക് സീരിയൽ കാണണം എന്ന് പറയുമ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴാണ് ജോലി ചെയ്യുന്നത്? ഉടനെ ആ ഹോം നേഴ്സ് പറയുന്നുണ്ട്, രാവിലെ 12:30 ആകുമ്പോൾ എൻ്റെ ജോലിയൊക്കെ തീരും, പിന്നെ എനിക്ക് ജോലിയൊന്നും കാണില്ല. ആ ഹോം നേഴ്സ് പോകാതിരിക്കേണ്ട ആവശ്യം വൈജയന്തിക്ക് ആയതുകൊണ്ട് തന്നെ വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അമ്മയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വൈജി ഇപ്പോൾ ആ ഹോം നേഴ്സിനെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ്. അലീന അപ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈജിയെ കണ്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആഹാ നീ പോന്നോ, ഇന്നലെ മൊത്തം നീ അവിടെ ആയിരുന്നോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഇപ്പോൾ വൈജി ആ സ്ത്രീയെ ഇപ്പോൾ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അവരുടെ പേര് സാവിത്രി എന്നാണ്. ഇത് പുതിയ ഹോം നേഴ്സാണ് എന്ന് വൈജി പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പുതിയ ഹോം നേഴ്സോ, ഇവർക്ക് ജോലിയൊക്കെ എടുക്കാൻ അറിയാവോ, അതോ ഫോണും തോണ്ടി ടി വിയും കണ്ടിങ്ങനെ ഇരിക്കത്തേ ഉള്ളോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു. അവൾ ജോലിയൊക്കെ എടുത്തോളും എന്ന് വൈജി പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇത് ബാലചന്ദ്രനോട് ചോദിച്ചോ എന്ന്. ഉടനെ വളരെ നിസ്സാരമായി വൈജി പറയുന്നുണ്ട്, ഇതൊന്നും ബാലചന്ദ്രനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനും ജോലി എടുക്കുന്നൊരു സ്ത്രീയാണ്, എനിക്കും അതിനുള്ള അവകാശമൊക്കെ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടെ വേറെ ഹോം നേഴ്സിനെ കൊണ്ടുവന്നതെന്ന്? ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങളായിട്ടും ഇനി ഇവിടെ നിർത്തണമെന്നാണോ? അതിൻ്റെ ആവശ്യമില്ല, ഇന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോളും എന്ന് പറയുകയാണ് വൈജി. എന്നിട്ട് വൈജി അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ നേരത്തെ തന്നെ പോകാൻ റെഡിയായിട്ട് നിന്നതല്ലേ, അതുകൊണ്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാം, ഇന്ന് തന്നെ പോയിക്കോളാം, എനിക്കൊരു കുഴപ്പവുമില്ല. ബാലേന്ദ്രൻ സാറിനോട് എനിക്കൊന്ന് പറയണം, അത്രയേ ഉള്ളൂ. ഇത് കേട്ടുകൊണ്ട് വൈജി പറയുന്നുണ്ട്, നീ ആരോടും പറയാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞോളാം നീ പോയെന്ന്, ഒന്ന് പോയി തന്നാൽ മതി. അത്രയും പറഞ്ഞ വൈജ റൂമിൽ നിന്നങ്ങ് പോവുകയാണ്. അങ്ങനെ അലീനയും മുറിയിൽ നിന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് മുത്തശ്ശി. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.